കാഴ്ചയിൽ നല്ലൊരു നാടൻ ആനയുടെ എല്ലാ കെട്ടും മട്ടും ഇവനുണ്ടെങ്കിലും സ്വദേശം ബീഹാറാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവൻ കേരളത്തിൽ വന്നു. ഏതാണ്ട് 10-11 വയസ്സുള്ളപ്പോൾ തൃശ്ശൂർ വഴി ഹരിപ്പാടിനടുത്താണ് ആദ്യത്തെ ലാൻഡിംഗ്. ഒരു റേഷൻ വ്യാപാരിയായിരുന്നു ഉടമ. ആശിച്ചും കൊതിച്ചും കാത്തിരുന്നുമാണ് അയാൾ ഇവനെ സ്വന്തമാക്കുന്നത്. വരുമ്പോൾ ഒരു അസൽ കുട്ടിക്കുറുമ്പൻ. 1989-90 കാലഘട്ടത്തിലാണ് ഉള്ളൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്ര സംരക്ഷണ സമിതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൂടി ചേർന്ന് തീരുമാനിച്ച് ഇവന് ക്ഷേത്രത്തിലേക്ക് വാങ്ങുന്നത്. സുബ്രഹ്മണ്യൻ്റെ നടയിൽ ഇരുത്തിയ നാൾ മുതൽ ഇവൻ ഉള്ളൂർ കാർത്തികേയനായി. അന്നിവന് ഏകദേശം 12-13 വയസ്സ് പ്രായം. ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഇവനൊരു പുരുഷ പ്രജയായി മാറുന്നത്. സാധാരണ കൊമ്പനാനകളിൽ നീരുറയ്ക്കുന്ന പ്രായം എന്ന് പറയുന്നത് അതിൻ്റെ 16-17 വയസ്സുകളിലാണ്. എന്നാൽ അതിനു മുന്നേ തന്നെ നീരിൻ്റെ ചില ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ആ ലക്ഷണങ്ങളെ മൊടനീര് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാടൻ പ്രയോഗത്തിലുള്ള മൊടയുടെ സർവ്വ ലക്ഷണങ്ങളും ആന ഇക്കാലത്ത് കാണിക്കും. മുന്നിൽ വരുന്നവരെയൊക്കെ എന്താടാ പോടാ എന്നൊക്കെ വിരട്ടും. മുന്നിൽ കിടക്കുന്ന കല്ലോ മടലോ കമ്പോ ഒക്കെ എടുത്തെറിയും. തുമ്പി വീശി ആട്ടും, നന്നായി ചീറ്റും, ചിറയും, കാലുകൾ ഉയർത്തി ഓങ്ങും. അങ്ങനെ തുടങ്ങി കുറേ നമ്പരുകൾ. സ്വഭാവത്തിൽ അല്പം പന്തികേടുള്ളവരിലാണ് സാധാരണ ഈ മൊടനീര് വരാറുള്ളത്. ഇത്തരത്തിലുള്ള കലാപ്രകടനങ്ങൾ അവരാണ് കൂടുതലും കാണിക്കാറുള്ളത്. കാർത്തികേയൻ തൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് അപ്പോൾ തന്നെ ഒരു മുന്നറിയിപ്പ് സംരക്ഷകർക്കും ദേവസ്വം ബോർഡിനും നാട്ടുകാർക്കും ഒക്കെ നൽകുകയായിരുന്നു. അത് മനസ്സിലാക്കിയവർക്ക് അന്നും ഇന്നും കാർത്തികേയനെക്കുറിച്ച് മോശം അഭിപ്രായങ്ങളൊന്നുമില്ല. മനസ്സിലാക്കാത്തവർക്കാണ് ഇവൻ കുഴപ്പക്കാരനും തെമ്മാടിയുമല്ല. എഴുന്നള്ളിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ കൂട്ടാനകളുമായിട്ടൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും കാർത്തികേയൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എങ്കിലും വല്ലപ്പോഴും ഒരിക്കൽ പാപ്പാന്മാരുമായിട്ട് ചില സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ അല്പസ്വല്പം ശാഠ്യമായിട്ടുള്ള ശീലങ്ങൾ നടത്താറും ഉണ്ട്. അത് കാർത്തികേയനെ പലപ്പോഴും സുപ്രസിദ്ധനോ കുപ്രസിദ്ധനോ ഒക്കെ ആക്കിയിട്ടുമുണ്ട്. കാർത്തികേയൻ ആക്രമണകാരിയാകുന്ന ആദ്യത്തെ സംഭവം നടക്കുന്നത് ഇവൻ്റെ 19ാമത്തെ വയസ്സിലാണ്. ഈ സംഭവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവൻ അപ്പോൾ ബാലമൊടയുടെ കാലമായിരുന്നു എന്നതാണ്. മതപ്പാട് കാലം പോലെ വിശ്രമം ആവശ്യപ്പെടുന്ന സമയമാണ് ബാലമൊടയുടെ കാലവും. ആ സമയത്ത് ഇവനെ എഴുന്നള്ളത്തിനായി കൊണ്ടുപോയത് എന്തിനായിരുന്നു എന്ന ചോദ്യം ഇനിയും ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. നെയ്യാറ്റിൻകരയ്ക്കപ്പുറത്തുള്ള കുന്നത്തുകാൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് അന്നിവനെ കൊണ്ടുപോയത്. ഉത്സവ ചടങ്ങുകൾ കഴിയുന്നതുവരെ ഇവൻ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഉത്സവം കഴിഞ്ഞ് ആളും ആരവവും ഒക്കെ ഒഴിഞ്ഞപ്പോൾ കാർത്തികേയനും പാപ്പാന്മാരും മടങ്ങുവാൻ തുടങ്ങി. ലോറിയിലൊന്നുമല്ല യാത്ര, വഴിയടിച്ചുള്ള പോക്കാണ്. കുറേ ദൂരം ക്ഷമയോടെ തന്നെ കാർത്തികേയൻ നടന്നു. അങ്ങനെ നടന്ന് അമരവിള ചെക്ക് പോസ്റ്റിൻ്റെ അരികിലെത്തി. 1ാം പാപ്പാനായ പ്രഭാകരൻ ആനയുടെ പുറത്തും 2ാം പാപ്പാൻ രാജേന്ദ്രൻ തൊട്ടു പിന്നാലെ സൈക്കിളിലുമാണ് വന്നത്. സൈക്കിളിൽ പിന്നാലെ വന്നുകൊണ്ടിരുന്ന രാജേന്ദ്രൻ്റെ പ്രകടനങ്ങൾ കാർത്തികേയന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കാർത്തികേയൻ തൻ്റെ മുകളിൽ 1ാം പാപ്പാനായ പ്രഭാകരൻ ഇരിക്കുന്നതൊന്നും ഗൗനിക്കാതെ നല്ല അരിശത്തോടെ തിരിഞ്ഞ് രാജേന്ദ്രനെ സൈക്കിളിൽ നിന്നും ആദ്യം തള്ളിയിട്ടു. അപ്രതീക്ഷിതമായ ആ പെരുമാറ്റം കണ്ട് നന്നേ ഭയന്നുപോയ രാജേന്ദ്രൻ നിലവിളിച്ചുകൊണ്ട് ഓടി. പിന്നാലെ കാർത്തികേയനും. മുകളിലിരുന്ന പ്രഭാകരൻ്റെ ശ്രമങ്ങളൊന്നും ഫലിച്ചില്ല. കാർത്തികേയൻ രാജേന്ദ്രനെ തുമ്പി കൊണ്ട് പിടിച്ചെടുത്ത ശേഷം തൊട്ടടുത്തുള്ള മതിലിനോട് ചേർത്ത് കുത്തി. എവിടെയോ ആയുസ്സിൻ്റെ 2 തുള്ളി ശേഷിച്ചിരുന്നത് കൊണ്ടാകണം കുത്തുകളൊന്നും കൊണ്ടില്ല. അന്നേരം അവിടെ തടിച്ചുകൂടിയ ആൾക്കാർ ഒന്നടങ്കം വാവിട്ട് നിലവിളിച്ചുപോയി. അങ്ങനെ തൻ്റെ 19ാമത്തെ വയസ്സിൽ തന്നെ താനൊരു കിടിലമാണെന്ന് തെക്ക് ദേശത്തെ ഗ്രാമീണരെയും ദേവസ്വം അധികാരികളെയും വിശിഷ്യ 2ാം പാപ്പാനായിരുന്ന രാജേന്ദ്രനെയും 1ാം പാപ്പാനായിരുന്ന പ്രഭാകരനെയും ഇവൻ അറിയിച്ചു.
എഴുന്നള്ളത്തിനൊക്കെ ആന നല്ല ചിട്ടയാണ്. ഈ 4 കൊല്ലം കൊണ്ട് ഞാൻ കൊണ്ട് കിടക്കണമെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചെറിയ ഭാഗപ്പിഴകൾ പറ്റിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ സ്വഭാവത്തിലൊക്കെ ആന ഡീസൻ്റാണ്.